ദാസനെയും വിജയനെയും ഓർമ്മിപ്പിച്ച് മോഹൻലാലിന്റെ അനുസ്മരണം. നടൻ ശ്രീനിവാസന്റെ വിയോഗത്തിന്റെ ദുഃഖത്തിലാണ് മലയാള സിനിമാ ലോകം. ഇതിനോടകം നിരവധി പേരാണ് ശ്രീനിവാസന്റെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ച് രംഗത്തെത്തിയത്. എക്കാലത്തെയും മികച്ച കഥാപാത്രങ്ങളായ ദാസനെയും വിജയനെയും ഓർമ്മിപ്പിച്ചായിരുന്നു മോഹൻലാൽ പ്രിയപ്പെട്ട കൂട്ടുകാരനെ അനുസ്മരിച്ചത്. യാത്ര പറയാതെ ശ്രീനി മടങ്ങിയെന്ന് തുടങ്ങുന്ന വൈകാരിക കുറിപ്പാണ് മോഹൻലാൽ പങ്കുവച്ചത്. സിനിമയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചവർ എന്ന നിർവചനത്തിനും എത്രയോ മുകളിലായിരുന്നു ശ്രീനിവാസനുമായുള്ള സ്നേഹബന്ധമെന്നും അദ്ദേഹവുമായുള്ള ആത്മബന്ധം വാക്കുകളിൽ ഒതുക്കാനാകില്ലെന്നും മോഹൻലാൽ കുറിച്ചു. യാത്ര പറയാതെ ശ്രീനി മടങ്ങി. ശ്രീനിയുമായുള്ള ആത്മബന്ധം വാക്കുകളിൽ എങ്ങനെ ഒതുക്കുമെന്നറിയില്ല. സിനിമയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചവർ എന്ന നിർവചനത്തിനും എത്രയോ മുകളിലായിരുന്നു ഞങ്ങളുടെ സ്നേഹബന്ധം. ഓരോ മലയാളിക്കും ശ്രീനിയോടുള്ള ആത്മബന്ധവും അങ്ങനെ തന്നെയായിരുന്നല്ലോ. മലയാളി തൻ്റെ സ്വന്തം മുഖം ശ്രീനി സൃഷ്ടിച്ച കഥാപാത്രങ്ങളിൽ കണ്ടു. സ്വന്തം വേദനകളും സന്തോഷങ്ങളും ഇല്ലായ്മകളും അദ്ദേഹത്തിലൂടെ സ്ക്രീനിൽ കണ്ടു. മധ്യവർഗത്തിൻ്റെ സ്വപ്നങ്ങളും സ്വപ്നഭംഗങ്ങളും ആവിഷ്കരിക്കാൻ ശ്രീനിയെപ്പോലെ മറ്റാർക്ക് കഴിയും? ഞങ്ങൾ ഒന്നിച്ച കഥാപാത്രങ്ങൾ കാലാതീതമായി നിലനിൽക്കുന്നത് ശ്രീനിയുടെ എഴുത്തിലെ മാജിക് ഒന്നുകൊണ്ട് മാത്രമാണ്. ദാസനും വിജയനും ഏതൊരു മലയാളിക്കും സ്വന്തം ആളുകളായി മാറിയത് ശ്രീനിയുടെ അനുഗ്രഹീത രചനാവൈഭവം ഒന്നുകൊണ്ടാണ്. സമൂഹത്തിൻ്റെ പ്രതിഫലനമായിരുന്നു അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ. വേദനയെ ചിരിയിൽ പകർത്തിയ പ്രിയപ്പെട്ടവൻ. സ്ക്രീനിലും ജീവിതത്തിലും ഞങ്ങൾ ദാസനെയും വിജയനെയും പോലെ ചിരിച്ചും രസിച്ചും പിണങ്ങിയും ഇണങ്ങിയും എക്കാലവും സഞ്ചരിച്ചു. പ്രിയപ്പെട്ട ശ്രീനിയുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു, മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചു. നാടോടിക്കാറ്റിലെ ദാസനെയും വിജയനെയും ഓർക്കാത്ത മലയാളികൾ ഉണ്ടാകില്ല. അത്രമാത്രം ആഴത്തിലാണ് മോഹൻലാൽ ശ്രീനിവാസൻ കോംബോ നമ്മുടെയൊക്കെ മനസ്സിൽ ഇടം പിടിച്ചത്. അയാൾ കഥയെഴുതുകയാണ്. തേന്മാവിൻ കുമ്പത്ത്, സതയം, ചിത്രം, ഹിസ് ഹൈനസ് അബ്ദുള്ള, ചന്ദ്രലേഖ, കിളിച്ചുണ്ടൻ മാമ്പഴം, മിഥുനം, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, എ ഓട്ടോ, സന്മനസ്സുള്ളവർക്ക് സമാധാനം, ഇവിടം സ്വർഗമാണ്, ഉദയനാട് താരം, പവിത്രം തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങളിൽ ഇരുവരും ഒന്നിച്ചെത്തി. ഇതെല്ലാം തന്നെ മലയാളികൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തു.